ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഒന്ന് ഇവിടെ അടുത്ത് പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്കൊരു ഈവനിങ് വ്ളോഗ് കാണാം. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് സ്ഥലത്ത് പോയിട്ട് ബാക്കി വീഡിയോസ് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുമ്പളങ്ങിയിലാണ്. നമുക്കപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാൻ കാണിച്ചു തരാം. എടാ, അപ്പം നമ്മൾ എങ്ങോട്ടേക്കാ പോണേ? ഗൈസ്, ഈ വഴിയൊക്കെ കുറച്ച് മോശമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതിൽ കൂടെ പോവാൻ. നമ്മൾ ഇതുവഴി പോകുമ്പോൾ എവിടെ എത്തണേന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നടന്ന് നോക്കുക. ചുമ്മാ എപ്പോഴും ഇതിലൂടെ പോകുമ്പോൾ വിചാരിക്കും ഒന്നിവിടെയൊക്കെ ഇറങ്ങി ഈ ഇതൊക്കെ കണ്ട് നടക്കണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ കൂടെ പോയപ്പോൾ നമ്മളിവിടെ ഇറങ്ങി. ഇപ്പോൾ നേരൊരു വഴി കാണാം. നമുക്ക് പോയി നോക്കാം അവിടെ വരെ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ബാക്കി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ പോണ വഴി അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമൊക്കെ ആയിട്ടാണ്. പിന്നെ ഫുള്ള് മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ആയിട്ടത്. സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഈവനിങ് ടൈമിൽ വരാൻ പറ്റിയൊരു സ്ഥലം കൂടെ. പിന്നെ നമ്മൾ ഈ വഴി കൂടി ഇപ്പോൾ നടക്കുമ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചെളിയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് നടക്കണമെന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒരു ഈവനിങ് ടൈമൊക്കെ നമ്മൾ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സൂക്ഷിച്ചൊക്കെ വാ, വീഴും ഗൈസ്. പിന്നെ ഈ വഴി വണ്ടിയൊന്നും അങ്ങനെ വരത്തില്ലെന്നാ തോന്നണേ. ഇവിടെ ഫുള്ള് റോഡൊന്നുമില്ല, ടാറൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുണ്ടും കുഴിയൊക്കെ ആയിട്ടാണ് കിടക്കണേ. നടന്നു പോകണമായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് നടന്നു വന്നപ്പോൾ ചുറ്റിനും കാണാനായിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട്. ഈവനിങ് ടൈം കൂടെ ആയതുകൊണ്ട് സൺസെറ്റൊക്കെ ആവാറായപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വന്ന റോഡാണ് ആ കാണുന്നത്. അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെല്ലാനം ആ ഒരു സൈഡിലേക്കും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കുമ്പളങ്ങിയിലേക്കും പോകാനുള്ള റോഡാണ് കാണുന്നത്. നമ്മൾ വന്ന വഴിയാണിത്. ഇത് പിന്നെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു. ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ ആളുകൾ മീനൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കെട്ടി ഒരു ബൗണ്ടറി പോലെ ആക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണിത്. നമ്മൾ നടന്നുകൊണ്ടിരുന്ന ആ വഴിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വെള്ളം ഞാൻ കാണിച്ചു തരാം. തൊട്ടടുത്തായിട്ട് നമുക്ക് വെള്ളം കാണാൻ പറ്റും. നമ്മൾ നടന്നു പോയ വഴി ഇതാണ്. അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫുള്ള് ചെളിയൊക്കെ ആയിട്ട് പായലും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കണേ. സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മീനൊക്കെ കാണാം. എടാ, നമ്മളിത് എവിടെ എത്തും? നമ്മള് നടന്ന് എവിടെ എത്തും? അപ്പൊ നമ്മൾ ആ അറ്റത്ത് നിന്ന് നടന്ന് തുടങ്ങിയത് ഇതിന്റെ അറ്റത്ത് ഒരു റിസോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. പക്ഷെ നമ്മൾ നടക്കുമ്പോ വഴി ഇങ്ങനെ നീണ്ട് നീണ്ട് കിടക്കണമെന്നല്ലാതെ നമ്മൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. മിക്കവാറും ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമൊക്കെ ഇട്ട് നടക്കാൻ, കാഴ്ചയൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമുണ്ട് അല്ലേ? നല്ല ഭംഗിയില്ലേ? പിന്നെ അടിപൊളി സ്ഥലം. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇഷ്ടപ്പെട്ടു? മൈബോസിലെ ദിലീപ് പറയണമാര് ആകെ 2 വളവുള്ളു. ഓരോ കിലോമീറ്റർ ഓരോ വളവ്. അതാണ് നമ്മൾ റിസോർട്ട് തപ്പിയുള്ള നടപ്പാണ്. പക്ഷെ കാണുമെന്ന് എനിക്ക് തോന്നണില്ല. റിസോർട്ട് കണ്ടില്ലേലും കാശ് നല്ല വ്യൂ ആണ്. സെറ്റ് സ്ഥലം. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കണതാണ്. നമ്മൾ നടന്ന് വന്നിട്ട് റിസോർട്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം 1.2 കിലോമീറ്റർ കാണിക്കണേ. അപ്പോൾ ഹോം സ്റ്റേ റിസോർട്ടാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ തിരിച്ച് റോഡിൻ്റെ അങ്ങോട്ടേക്ക് നടക്കണം. നമ്മൾ അത്യാവശ്യം നല്ല ദൂരം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചുറ്റിനും വെള്ളമാണ്, കണ്ടില്ലേ?
അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ പുറകിലാണ് നമ്മൾ വന്ന റോഡുള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം. ഇതാണൊരു ഫുള്ളൊരു ഏരിയൽ വ്യൂ. ഇങ്ങനെ വന്നിട്ടാണ്. നല്ല സ്ഥലം, നല്ല ഭംഗി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. നമ്മൾ പൊതുവെ എപ്പോഴും ബീച്ച് അങ്ങനെയുള്ള ഒരു സൈഡിലേക്കൊക്കെയാണ് കൂടുതലും പൊതുവെ പോകാറ്. ഇതിലേക്ക് കൂടി നമ്മൾ വണ്ടിക്ക് പോകുമെങ്കിലും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. റോട്ടിൽ കൂടെ പോകും, ജസ്റ്റ് കാണും, അത്രയൊക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ബീച്ചിൽ പോണതിന് പകരം ഇങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് ഓർത്തു. അങ്ങനെ നടന്നതാണ്. പക്ഷേ നല്ല ഒരു വൈബൊക്കെ ഉണ്ട് കേട്ടോ. ഈവനിങ് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴെ നോക്കിയാൽ നടക്കണേ, അല്ലെങ്കിൽ വീഴും. ഫുള്ള് ചെളിയാണ് ഇവിടെ. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല വൈറ്റ് കളറിലുള്ള പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെടികൾ ഈ കായലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ കായലും ഇങ്ങനെ ചെടികളും. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ ഇത് കണ്ടുള്ളൂ. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എന്താ, നമ്മൾ ഈ വണ്ടി ഇട്ടിട്ട് വരുന്ന ടൈമിൽ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ മാംഗ്രൂവ്സ്, ഈ കണ്ടൽ കാടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കണ്ടതാണ് കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ അത്യാവശ്യം ആഴം കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 1-2 കയാക്കിങ്ങിൻ്റെ ആ ഒരു ബോട്ട് കണ്ടായിരുന്നു. എന്തായാലും ഒരു ദിവസം കയാക്കിങ് ചെയ്യണമെന്ന് ഓർത്തിരിക്കണേ. അവിടെ നമുക്ക് ഈ കണ്ടൽക്കാടിൻ്റെ അവിടെയായിട്ട് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരു ദിവസം എന്തായാലും കയാക്കിങ് ചെയ്യണം. കുറച്ചായിട്ട് ഓർക്കുന്ന കാര്യം, അത്യാവശ്യം മഴയില്ലാത്തൊരു ദിവസം എന്തായാലും അത് ചെയ്യും. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിതിലൂടെ നടന്നു വന്നപ്പോൾ തന്നെ അവർ ആ ഒരു ചെറിയ ബോട്ടിൽ പോകണ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യണം. കാര്യം അത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അത് ചെയ്യണം. ഞാൻ നടന്ന് ഫ്രണ്ടിലെത്തി, അവർ ബാക്കിൽ വരുന്നതേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലുള്ള ഒരു കെട്ടി നിർത്തിയിരിക്കുന്ന ആ ഒരു ബൗണ്ടറി തിരിച്ചെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് പോകാവോ എന്നറിയത്തില്ല. കാര്യം അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ഉണ്ട്. പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രസമായിരിക്കും. നമുക്ക് അതിൻ്റെ അറ്റം കണ്ടോ, അതേ ആ അറ്റത്തായിട്ടാണ്. നമുക്ക് നല്ലൊരു വ്യൂ തന്നെ കിട്ടും. നമുക്കപ്പോൾ എന്തായാലും ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നേരമൊക്കെ ഇരട്ടി തുടങ്ങിയിട്ടുണ്ട്. ദൂരെ റോട്ടിൽ വണ്ടികളൊക്കെ പോകണ കാണാം. നമ്മൾ ഏകദേശം നമ്മുടെ വണ്ടിയുടെ അടുത്തൊക്കെ എത്താറായി. വോയിസ് ക്ലിയർ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ചുറ്റും പക്ഷികളുടെ സൗണ്ടും പിന്നെ ഇപ്പോൾ അടുക്കുംതോറും വണ്ടികളുടെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വഴി വേണം ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ. ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ കൈവരിയൊക്കെ വെച്ചിട്ട് മുളയൊക്കെ കെട്ടിയിട്ട് ആണ് ആറ്റത്തേക്ക് പോകാൻ പറ്റണേ. ഇങ്ങനെയാണ്. ഇവിടെ ഒരു പഴയൊരു വഞ്ചിയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ പക്ഷെ മുങ്ങിപ്പോയി. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാവോ എന്നറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് പോകാൻ പറ്റുന്നത്ര മാക്സിമം നടന്നു നോക്കാം. ഓക്കെ. ഞാൻ ശരിക്കും ആരോട് ചോദിച്ചൊന്നുമില്ല ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോയെന്ന്. ഒരു ചേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ പോണ കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ പുറകെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലും നമ്മൾ പറഞ്ഞ് തിരിച്ച് വിടുമോയെന്നറിയില്ല. അറ്റത്ത് കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. അത് ഇതിൻ്റെ ആളുകളാണോ അതോ അല്ലാതെ ഇപ്പം നമ്മളെപ്പോലെ ഇതുവഴി വന്ന ആളുകളാണോ എന്നറിയില്ല. ഇപ്പോൾ ഈ വഴി നടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കാര്യം സ്കൈ കാണാനാണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം, തൊട്ടടുത്ത് വെള്ളം, ചുറ്റിനും വെള്ളമായി. നമ്മൾ വന്ന വഴി നമുക്ക് ചുറ്റും വെള്ളം. നമുക്ക് എന്തായാലും നടന്നു നോക്കാം. ഇതാണ് നമ്മൾ പോണത്. റോഡായിട്ട് എനിക്ക് തോന്നുന്നില്ല, ടാർ ചെയ്തിട്ടില്ല. നമ്മൾ നടക്കുന്ന സ്ഥലം ഭയങ്കര ഈ ബ്ലാക്ക് കളർ ഈ സാധനത്തിൽ ചവിട്ടുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടത് നെങ്ങി പോകുന്നുണ്ട്. പക്ഷെ ചെളിയൊന്നുമല്ല, എന്താണെന്നറിയത്തില്ല. പക്ഷെങ്കിലും നടക്കാം. ഒരു ഫ്ലാറ്റ് സർഫസ് ഒന്നുമല്ല, എങ്കിലും നടന്നു പോകും. ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ ചുറ്റിനും വെള്ളവും. എനിക്ക് കൗതുകം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഫ്രണ്ടിലെത്തി. അവർ ബാക്കിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അറ്റത്ത് പോയിട്ടുള്ള വ്യൂ എന്താണെന്ന് കാണാം. എനിക്ക് കുറച്ച് കൗതുകം കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ വന്നു. അതറിയില്ല, എനിക്ക് ടാർ ചെയ്തിട്ടില്ല. പക്ഷെ എന്തോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അതറിയില്ല. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട? പിന്നെ അടിപൊളി സ്ഥലം. എങ്ങനെയുണ്ട്?
ഞാൻ അവിടെ നിൽക്കണ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് അറ്റത്തെത്തി. ആ ബാക്കിൽ കാണുന്നതാണ് അറ്റത്ത് പോയിട്ട്. നമ്മൾ എന്തായാലും അത്ര പോകുന്നില്ല, ഇരുട്ടി തുടങ്ങി. പിന്നെ പോയിട്ടുണ്ടെങ്കിൽ വെട്ടമൊന്നും കിട്ടത്തില്ല. ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ. ചുറ്റിനും വെള്ളം. നേരത്തെ വന്നപ്പോൾ വഴി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫുള്ള് വെള്ളമായി. നല്ല അടിപൊളി സ്ഥലം. ഇടയ്ക്ക് വെട്ടമുണ്ട്, ഇടയ്ക്ക് വെട്ടം കുറഞ്ഞ് വരുന്നുണ്ട് ഇരുട്ടി തുടങ്ങിയതുകൊണ്ട്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചുറ്റും വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് നിൽക്കുന്നത്. നമ്മളപ്പോൾ ആ വഴിയിൽ നിന്ന് നമ്മൾ നേരത്തെ നടന്നുകൊണ്ടിരുന്ന വഴിയിലേക്ക് എത്തി. നേരമൊക്കെ ഇരുട്ടി തുടങ്ങി, വെട്ടമൊക്കെ പോയി അത്യാവശ്യം. ഇപ്പോൾ കുറച്ച് ഇരുന്നിട്ടാണ്. വീഡിയോ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടെ പോയി വന്ന് നമുക്ക് കയറാനൊക്കെ പറ്റി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്ക് അറ്റം വരെ നമ്മൾ പോയില്ല, ഇരുട്ടി തുടങ്ങിയതുകൊണ്ട്. ഒരു 3/4 ഭാഗമായപ്പോഴത്തേക്ക് തിരിച്ചു പോന്നായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടിയിലെത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഈ റിസോർട്ടിൻ്റെ ബോർഡ് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്, പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് റോട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.